ഹലോ എൻ്റെ എല്ലാ ചങ്കൂടാർക്കും ഇന്നത്തെ ഒരു ടാങ്ക് ക്ലീനിങ് വീഡിയോയിലോട്ട് സ്വാഗതം. പ്രവാസി ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള പണികളാണിത്. കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്നപ്പോൾ എനിക്ക് ഒരു വീഡിയോയും ചെയ്യാൻ പറ്റില്ല, ആകെ 2-3 വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യം എന്തായാലും സമയം കണ്ടെത്തി വീഡിയോ ചെയ്യണം. ഒരു മാസമായി നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തിട്ട്. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ടാങ്ക് ക്ലീനിങ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്ക് ആദ്യം നോക്കാം. പണ്ടാരം വർഷങ്ങളായി തോന്നുന്നു ക്ലീൻ ചെയ്തിട്ട്, ഒരു 2-3 വർഷങ്ങളായി കാണും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിനകത്തുള്ളതെന്ന്. നേരെ ടാങ്ക് ക്ലീനിങ്ങിലോട്ട് പോവാം. ഇതിൻ്റെ അടപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പപ്പയുടെ ടൈല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിവിടെ വെക്കാം, സൂക്ഷിച്ച് വെക്കാം. ഒരെണ്ണം കൂടി എടുക്കാം. പൊടിരിക്കൂത്ത ഇനി എന്താണ് നോക്കാം. ഞാനും നോക്കിയിട്ട് ഒരു 3-4 വർഷമായി കാണും. നമുക്ക് നോക്കാം, ഫോൺ പോകാതിരുന്നാൽ മതി. ടാങ്കിൻ്റെ കോലം കണ്ടോ, മഞ്ഞ കളറൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കിവിടെ നോക്കിയിട്ട് കാണാൻ പറ്റണില്ല. മഞ്ഞ കളറ് അഴുക്കുമാണ്, കട്ടഴുക്ക്, മണ്ണ്. ശോ ഇത് ക്ലീൻ ചെയ്യുമ്പോഴേക്കും കുറേ സമയം പിടിക്കും. എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ടാങ്ക് ക്ലീനിങ്ങിലോട്ട് പോവാം. എല്ലാവർക്കും അറിയാം, ഇതെന്ന് വെച്ചാലേ വർഷങ്ങൾ പഴക്കമായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇത് എന്തായാലും പൊട്ടിപ്പോവും. നമുക്കിവിടെ ഒരു യൂണിയൻ ഉണ്ട്, ആ യൂണിയൻ അയച്ച് വെള്ളമൊക്കെ കഴുകി കളയാം. ഓക്കെ, എന്താ നമുക്ക് പണി തുടങ്ങാം. അമ്മ ഞാൻ തുറക്കാൻ പോണേണേ. കലക്കി കൊടുക്കണ കലക്കി കൊടുത്തോ. ഒരു കയറത്തിന് ടൈറ്റ് ചെയ്ത് നല്ലതായിരുന്നു. ഇത് ഓർമ്മ അങ്ങനെ ഇപ്പം കിട്ടിയത് മണ്ണ് പോരിക്കളയാണ്. കലക്കണ 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 മണ്ണാണ്. എടാ മൊബൈലല്ലേ വീഴുവോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ബാത്റൂമിൻ്റെ അതൊക്കെ ചീത്തയായിരിക്കുന്നത് അല്ലേ? വാഷ് ബേസിലൊക്കെ ഫുള്ള് മണ്ണായിരിക്കും. നമ്മുടെ കൈയും കാലൊക്കെ കഴുകണം. കൈയും കാലല്ല ഫുഡ് കഴിക്കുന്നിടത്ത്.
ഇതാണ് ടാങ്കിന്റെ അവസ്ഥ. കണ്ട എത്ര വർഷത്തെ മണ്ണാണ്. നമ്മുടെ പഴയ കിണറാണത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ആ കിണർ കണ്ട, ആ കിണർ അവിടെ നിന്ന് എടുക്കണ വെള്ളം ഓർന്നു. അതിൽ ആ കിണറ്റിൽ മണ്ണിടിഞ്ഞു പോയിട്ട് വാട്ടർ അടിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ പുതിയ കിണർ കുത്തി. ആ കിണർ കുത്തിയപ്പോൾ ഒരു കുഴപ്പമില്ല. ആ വെള്ളം നല്ല വെള്ളം. ആ കിണർ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ പോയാൽ എവിടെയാവൻ കണ്ട. ഈ കിണറ്റിലെ വെള്ളം നമുക്ക് അലക്ക് വെള്ളമാണ്. ടാപ്പ് എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. ഒന്നിടത്തച്ഛൻ്റെ പണിയാണ് പോയി. അപ്പം അവിടുന്ന് മാറിയപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നിട്ട് വേണം എന്തെങ്കിലും ഇതാവാൻ. മാറി പപ്പയാണ്. എൻ്റെ പപ്പയാണ് പ്രൊപ്പറേറ്റർ. നോക്ക് കോരി എടുത്തിട്ട് അടിച്ചു വരുന്ന കോരിയില്ലേ പപ്പനെ പറഞ്ഞു മനസ്സിലാക്കാം. മോനെ ചട്ടി ഇവിടെ ചേട്ടാ. ബക്കറ്റ് ചേട്ടാ.
ഇതാണ് നമ്മുടെ ഫൈനൽ സ്റ്റേജ്. കണ്ട, ഇതിനകത്ത് ഇറങ്ങി നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. കാര്യം കുറേ കാലപ്പഴക്കമുള്ള ടാങ്കാണ്. അപ്പോൾ നമ്മൾ അതിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ പൊട്ടിപ്പോവും. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് റിസ്ക് എടുക്കണില്ല. ഇപ്പോൾ അറിയില്ല, അന്ന് ഇത് വാങ്ങിച്ചപ്പോൾ എന്തോ 4500 രൂപയായിരുന്നു ഈ ടാങ്കിന്. ഇതിപ്പോൾ എത്രയാണെന്ന് അറിയില്ല. 1 ലിറ്റർ ടാങ്കിന് എത്രയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടാങ്കിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ടാങ്ക് ക്ലീനിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു കിഡിലോസ്കി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മറ്റാരും സ്വന്തം നിഖിൽ സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ് ബൂം.